ആ പഞ്ചായത്ത് കണക്കുകളിലേക്ക് പോകാൻ തോന്നുന്നു. പഞ്ചായത്തിലെ കണക്കുകളിലേക്കൊന്ന് പോകാൻ തോന്നുന്നു. ആ കാർഡ് ഒന്ന് പ്ലേ ചെയ്യണം. നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ എല്ലായിടത്തും 50 കടന്നിരിക്കുന്നു. 51.36% നഗരസഭ പോൾ ചെയ്യുമ്പോൾ പിരായിരി 51.23%. മാത്തൂർ പഞ്ചായത്ത് 50.64%, കണ്ണാടിയിൽ 49.75% എന്നുള്ളതാണ്. അപ്പോൾ പോളിംഗ് 50% പിന്നിട്ടിരിക്കുന്നു, 51% എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടർമാർ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്തുന്നു. അത് പിരായിരിയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം വെച്ചാൽ പിരായിരിയിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്, പിന്നെ മുസ്ലിം വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിനെ യഥാർത്ഥത്തിൽ രക്ഷിച്ചത് പിരായിരി പഞ്ചായത്താണ്. 6000 വോട്ടിന്റെ ലീഡാണ് അവിടെ ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ശ്രീധരന് കിട്ടിയ ലീഡിനെ കോൺഗ്രസ് മറികടന്നത് പിരായിരിയിലെ ലീഡും ഉണ്ടായിരുന്നു. എന്നിട്ട് മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഏകദേശം 1500 വോട്ടുകൾ കൂടി നേടിയതോടുകൂടിയാണ് 3853 എന്ന് പറയുന്ന വോട്ടിലേക്ക് ഷാഫി പറമ്പിൽ എത്തിയത്. അതുകൊണ്ട് പിരായിരി ഈ പ്രാവശ്യം വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം. 6388 വോട്ടായിരുന്നു ലീഡ് പിരായിരിയിൽ കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അതുകൊണ്ട് തന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 2 മേഖലകളാണ് പ്രധാനമായും ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആളുകളുടെ വോട്ടേഴ്സ് റെസ്പോൺസ്, അത് ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു ഗെയിൻ ഫോർ BJP. പിരായിരിയിൽ അതേപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുമ്പോൾ, അല്ലേ? 51%, 52% ഇങ്ങനെ ചെറിയ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അവിടെ അത് പിന്നെ ഡെഫിനറ്റ്ലി അത് ഗുണം ചെയ്യുക UDF-നായിരിക്കും. മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കിയാൽ മാത്രമാണ് LDF-നൊരു സാധ്യത. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ മത്സരം കടുക്കുന്നു. ആ കടുക്കുന്നതിനനുസരിച്ച് പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും 70-ൽ താഴാനുള്ള ഒരു സാധ്യതയും കാണും. 70 കടക്കും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ, ഒരു 2016-ലല്ലേ 75, 2016-ലെ 75% ആ റെക്കോർഡിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ. ഈ മാത്തൂരും കണ്ണാടിലും പക്ഷേ UDF വോട്ട് കുറവല്ല കേട്ടോ. അല്ല, UDF വോട്ട് കുറവല്ല. ഈ പിന്നെ കണ്ണാടിയിലും മാത്തൂരിലും LDF-നാണ് നേരിയ ആധിപത്യം. 113 വോട്ടിന്റെ വ്യത്യാസമാണ് കണ്ണാടിയിലുള്ളത്, 30 വോട്ടിന്റെ വ്യത്യാസമാണ് പിന്നെ മാത്തൂരിലുള്ളത്. എങ്കിലും LDF ആണ് അവിടെ മുന്നിലെത്തിയത് കഴിഞ്ഞ 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതേസമയം UDF-ഉം BJP-യും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ കൂടുതലുമാണ് ഈ 2 പഞ്ചായത്തുകളിലും. അതാണ് UDF-ന് ഗുണകരമായത്. മാത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. കണ്ണാടി 1 സീറ്റിനാണ് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു ഇഞ്ചോടിഞ്ചാണ് ആ മത്സരം എന്നുള്ളതാണ്. അതെ, പാലക്കാട് നിയമസഭയുടെ ഒരു പൊതുസവിശേഷത, അവിടെ ഈ എന്തായാലും നമുക്ക് അറിയുന്നത് പോലെ LDF വേഴ്സസ് കോൺഗ്രസ് എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നല്ലോ മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റം വരുത്തുന്നത് യഥാർത്ഥത്തിൽ 2006-ലാണെന്ന് തോന്നുന്നു. 2006-ലാണ് O രാജഗോപാൽ അവിടെ മത്സരിക്കുന്നത്. O രാജഗോപാൽ 2006-ൽ പാലക്കാട് മത്സരിക്കുന്നതോടുകൂടിയാണ്. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ 10000 വോട്ട് 12000 വോട്ടൊക്കെയാണ് ആ മണ്ഡലത്തിൽ BJP-ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഒറ്റയടിക്ക് 27000-ലേക്ക് എത്തിക്കുന്നത് O രാജഗോപാലാണ്. O രാജഗോപാൽ പാലക്കാട്ടുകാരനാണ്. ജനസംഘത്തിന്റെ കാലം മുതൽ തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ആ അർത്ഥത്തിൽ വലിയ ജനകീയനാണ്. അങ്ങനെ 27000 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് രാജഗോപാലാണ് പിന്നെ BJP-യുടെ വളർത്തുന്നത്. അത് പിന്നെ 2016-ൽ ശോഭ 40000 ആക്കി, ശോഭാ സുരേന്ദ്രൻ 40000 ആക്കി. അവിടെ നിന്ന് ഈ ശ്രീധരൻ അത് 50200 എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലേക്ക് 2021-ൽ എത്തിച്ചു. ഇനി അവിടെ നിന്ന് ആ സംഖ്യ പിടിച്ചാൽ പോരാ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2000 വോട്ട് കൂടി പിടിക്കുകയാണെങ്കിൽ കൃഷ്ണകുമാറിന് BJP-യുടെ എന്താ പറയുക, നിയമസഭയിലുള്ള 2ാമത്തെ MLA ആയിട്ട് വിജയിച്ചു വരാൻ കഴിയുന്നൊരു ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് ആ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ പോരാട്ടം എന്ന് പറയുന്നത് വളരെ കനത്തതാണ്. BJP ഇല്ല എങ്കിൽ ശരിക്കും നേരിട്ട് മത്സരം നടന്നൊരു സ്ഥലമായിരുന്നു പാലക്കാട് നിയമസഭ എന്ന് പറയുന്നത്, UDF-ഉം കോൺഗ്രസും തമ്മിൽ. അവിടെ എന്നാൽ BJP വളരെ ശക്തമായി വളർച്ച നേടി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്നൊരു പാർട്ടിയാണ് അവിടെ. അപ്പോൾ നിശ്ചയമായും അതൊരു ത്രികോണ മത്സരമാണ്. അവിടെ പുറകോട്ട് പോയത് യഥാർത്ഥത്തിൽ പിന്നെ CPM ആണ് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ നേതാക്കൾ നടത്തിയിരിക്കുന്ന പ്രതികരണം എത്രത്തോളം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഈ പത്രപരസ്യം, അതിലാണ് മുഴുവൻ നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത്. LDF അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ പരാതിപ്പെട്ടതിൽ എന്തെങ്കിലും കടമുണ്ടെങ്കിൽ, സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ അത് വരട്ടെ, അതിൽ നേരിടാമെന്ന് പറയുന്നു. അപ്പുറത്ത് അത് എത്രത്തോളം മോശമായ രീതിയിലാണ് അവതരിപ്പിച്ചത് എന്നുള്ള വാദം കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ജിഫ്രി തങ്ങളെ സന്ദീപ് വാര്യർ പോയി കണ്ടിരിക്കുന്നു. അതിൽ ജിഫ്രി തങ്ങളുടെ പ്രതികരണം വന്നിരിക്കുന്നു. കോൺഗ്രസിലേക്ക് സന്ദീപിനെ സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത് എന്നൊരു പ്രതികരണം ജിഫ്രി തങ്ങളിൽ വന്നിരിക്കുന്നു. കാരണം ആ ഭാഗത്തു നിന്നാണ് LDF ഒരു
സമസ്തയിലെ വിഭാഗീയതയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. അതെ സ്മൃതി, സത്യത്തിൽ എന്താ വെച്ചാൽ ഇതൊരു ദൗർഭാഗ്യകരമായ കാര്യമായിരുന്നു, ആയിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം വെച്ചാൽ ഇന്നലെ രാവിലെ ഈ പരസ്യം വരുന്നത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കൂ, ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ്, വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വിമർശനം അവിടെ രാഷ്ട്രീയം സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ പോയി കാണുമ്പോഴൊക്കെ ഗ്രൗണ്ട് തലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് തന്നെ അവിടുത്തെ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അതായത് മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ എന്ത് ചർച്ച ചെയ്താലും വോട്ട് ചെയ്യാൻ ഇറങ്ങുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട് എന്ന് ശരിക്കും നമ്മളെ ബോധ്യപ്പെടുത്തിയ ആ യാത്രയിൽ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അവിടെ ഈ പറഞ്ഞ കണക്ക് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക മൂർച്ചയേറിയ വാഗ്വാദങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചും അവർ ചെയ്ത കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചും ആ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ നടക്കുന്ന ഒരു 24 മണിക്കൂറാണ് ഈ പറയുന്ന പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം എന്ന് പറയുന്നത്. ആ ദിവസം രാവിലെ ഉണ്ടായിട്ടുള്ള ഈ പരസ്യത്തെ സംബന്ധിച്ച വിവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഒക്കെ ഈ മാറിയും തിരിഞ്ഞും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ വിഷയമായി മാറിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് ഒരു നിലപാടൊക്കെ ഉണ്ട്, അത് ഈ പരസ്യം വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും ആളുകൾ. അപ്പോൾ അവസാനത്തെ ഈ പരസ്യ വിവാദമൊക്കെ അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ സ്മൃതി ചോദിച്ചത് ശരിയാണ്, അവസാനത്തെ ഒരു ദിവസം ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഈ പരസ്യത്തിൻ്റെ ചുറ്റും കിടന്നുള്ള ചർച്ചകളും തർക്കങ്ങളും ആയിപ്പോയി എന്നുള്ളൊരു റിയാലിറ്റിയാണ്.